അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിൽ അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് കുറേ ആളുകൾ ബിംബങ്ങളെയെല്ലാം ആരാധിച്ചിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ ബിംബങ്ങളെയൊന്നും ആരാധിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു യോഗം വന്നു. ആ യോഗത്തിന് അവർ എല്ലാവരും പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ചെറിയ ബിംബത്തിൻ്റെ കഴുത്തെല്ലാം മൈ കൊണ്ട് വെട്ടിയിട്ടു. വലിയൊരു ബിംബത്തിൻ്റെ കഴുത്തിൽ മയുവെടുത്ത് കുത്തിവെച്ചു. അങ്ങനെ അവർ എല്ലാവരും യോഗം കഴിഞ്ഞു വന്നപ്പോൾ ചെറിയ ബിംബത്തിൻ്റെ കഴുത്തെല്ലാം വെട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാരാണെന്ന് ചെയ്തതെന്ന് അവർ അന്വേഷിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർ കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ് ഇതെല്ലാം വെട്ടിയിട്ടതെന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ആ വലിയ ബിംബത്തിനോട് ചോദിച്ചു നോക്കൂ ഇതാരാണെന്ന് വെട്ടിയിട്ടതെന്ന്. അപ്പോൾ അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാൻ വേണ്ടി അവർ വലിയൊരു കുഴി ഉണ്ടാക്കി. അതിൽ നിറത്തിയിട്ട് അതിൻ്റെ മുകളിലൂടെ പോകുന്ന പക്ഷികൾ മുതൽ ചത്തുവീഴുമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീയിലോട്ട് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ തീ തണുപ്പായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വന്നു. ആ തീയിൽ നിന്ന് എണീച്ച് വന്നു. അങ്ങനെ കുറേ പേർ മുസ്ലിം സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.